ഹായ് ഫ്രണ്ട്സ്, മൈനാകം ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതായത് കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ വടകര ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലോകനാർക്കാവ് ക്ഷേത്രത്തെ പറ്റിയാണ്. ഇപ്പോൾ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. വടകര കഴിഞ്ഞ് ലോകനാർക്കാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണിത്. വടകരയിൽ നിന്നും പേരാമ്പ്ര റൂട്ടിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് എത്തിച്ചേരാം. വാഹനങ്ങളിൽ വരുന്നവർക്ക് ഇടത് സൈഡിലായിട്ട് താഴെ ക്ഷേത്രത്തിന്റെ താഴത്തായിട്ടാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തായി ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൗസിന് മുന്നിലായി വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ലോകനാർക്കാവ് ക്ഷേത്രം 3 ക്ഷേത്രങ്ങളടങ്ങുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ്. പ്രധാന ക്ഷേത്രം ഭഗവതി ക്ഷേത്രമാണ്. തൊട്ട് വടക്ക് ഭാഗത്തായി ശിവക്ഷേത്രവും അതിന് തൊട്ടായി വിഷ്ണു ക്ഷേത്രവുമുണ്ട്. താഴെ ക്ഷേത്രങ്ങൾ എന്നാണ് ഇവയെ സാധാരണ പറയാറ്. ദുർഗ, ശിവൻ, വിഷ്ണു എന്നീ 3 ശക്തികളും അടുത്തടുത്തായി വരിക അപൂർവമാണ്. വൈഷ്ണവ ശാസ്ത്രീയ ശൈവ സങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ലോകനാർക്കാവ്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് ചരിത്രപ്രസിദ്ധമായ ലോകനാർക്കാവ് ക്ഷേത്രത്തിലാണ്. തച്ചോളി യോധനൻ്റെ പരദേവതയാണ് ലോകനാർക്കാവ് ഭഗവതി. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വടകര എന്നൊരു 4 കിലോമീറ്റർ മാറി പേരാമ്പ്ര റൂട്ടിലാണ് ഈ ലോകനാർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം ലോകനാർക്കാവ് ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ നിന്നാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കളരികളുടെയും അംഗങ്ങളുടെയും അംഗച്ചേകവന്മാരുടെയും കളരി ഗുരുക്കന്മാരുടെയും നാടായ കടത്തനാടിന്റെ സിന്ദൂരത്തിലകമായ ക്ഷേത്ര സമുച്ചയമാണ് ലോകനാർക്കാവ് ക്ഷേത്രം. ദുർഗ, ശിവൻ, വിഷ്ണു എന്നീ 3 ശക്തികളും അടുത്തടുത്തായുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണിത്. പ്രധാന ക്ഷേത്രമായ ഭഗവതി ക്ഷേത്രത്തിന് തൊട്ട് വടക്കായി ശിവക്ഷേത്രവും അതിന്റെ താഴത്തായി വിഷ്ണു ക്ഷേത്രവും കുടികൊള്ളുന്നു. ഏകദേശം 1300 കൊല്ലങ്ങൾക്ക് മുമ്പ് രത്നവ്യാപാരികളായ 500 നാഗരികരും അവരുടെ ഉപാസനമൂർത്തിയായ ദേവിയും ഉത്തരേന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് ദക്ഷിണേന്ത്യയിലെത്തി. ദക്ഷിണ കേരളത്തിലെ കൊല്ലത്ത് ലോകമാലേശ്വരം എന്ന പ്രദേശത്ത് നാഗരികൾ ആദ്യം താമസമുറപ്പിച്ചു. കൊല്ലം ഒരു തുറമുഖവും വ്യാപാര കേന്ദ്രമായിരുന്നു. അവിടെ നിന്ന് അവർ കൊടുങ്ങല്ലൂരിലേക്ക് വന്ന് താമസമുറപ്പിച്ചപ്പോൾ ആ പ്രദേശവും ലോകമാലേശ്വരം എന്നറിയപ്പെട്ടു. പിന്നീട് വടക്കേ മലബാറിലെ വടകരയ്ക്ക് സമീപത്ത് പുതുപ്പണത്ത് അവർ താമസമാക്കി. അവിടെ നിന്നാണ് അവർ ലോകനാർക്കാവിനാണ് അടുത്തെത്തുന്നത്. ലോകമാലേശ്വരം എന്ന പേരിൽ നിന്ന് തന്നെയാണ് ലോകനാർക്കാവ് എന്ന പേര് വന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്നും അമ്മദേവതമാരോടൊപ്പം കേരളത്തിലെത്തിയ രത്നവ്യാപാരികളായ ബ്രാഹ്മണർ ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോകാതെ കേരളത്തിൽ തന്നെ സ്ഥിരതാമസം ഉറപ്പിച്ചു. വ്യാപാരം തൊഴിലാക്കിയ നാഗരികർ സമവായത്തിന്റെ പാതയാണ് സ്വീകരിച്ചത്. വടകരക്കടുത്ത് പിന്നീട് പുതുപ്പട്ടണം അതോടെ പുതുപ്പണമായി മാറി. ഇവിടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് വഴി നേരെ വന്നിട്ട് കിടാവിളക്കിലേക്കാണ് വരിക. 16-ാം നൂറ്റാണ്ടിലെ ഉത്തര കേരളത്തിൽ ജീവിച്ചിരുന്ന വടക്കൻ പാട്ടുകളിലെ വീരനായകനായ തച്ചോളി യോധനയെ പറ്റി വളരെയേറെ കഥകൾ പ്രചാരത്തിലുണ്ട്. കയ്യൂക്കുള്ളോൻ കാര്യക്കാരൻ എന്ന യുഗത്തിലെ ഏറ്റവും കയ്യൂക്കുള്ള കളരി അഭ്യാസിയായിരുന്നു ഓതേനൻ. ലോകനാർക്കാവിലമ്മ ഓതേനന്റെ ആരാധനാമൂർത്തിയായിരുന്നു. ഒരിക്കൽ മതിലൂർ ഗുരുക്കൾ ലോകനാർക്കാവിലെ ആറാട്ട് ഉത്സവത്തിന് ഓതേനൻ പണിയെഴുപ്പിച്ച ഉത്സവപ്പന്തൽ കാണാനെത്തി. തന്റെ ഗുരുനാഥൻ മതിലൂർ ഗുരുക്കളെ പോലും വണങ്ങാനോ ഗുരുക്കളുടെ മുമ്പിൽ തലകുനിക്കാനോ ഓതേനൻ ഒരുക്കമായിരുന്നില്ല. അതിമനോഹരമായ പന്തലാണ് അപ്രാവശ്യം കാവിൽ ഉയർന്നു വന്നത്. കടത്തനാടൊട്ടൊക്കുമുള്ള 10,000 ലോകനാർക്കാവിലെത്തിയിരുന്നു. മതിലൂർ ഗുരുക്കളും ശിഷ്യരും ആറാട്ട് ദിവസം ലോകനാർക്കാവിലെത്തി ഓതേനന്റെ പന്തൽ സഹസ്രം വീക്ഷിച്ചു. കേളിക്ക് പൊന്നോല, കാഴ്ചക്ക് തെങ്ങോല എന്ന് പറഞ്ഞുകൊണ്ട് മതിലൂർ ഗുരുക്കൾ ഓതേനന്റെ പന്തലിനെ നോക്കി പരിഹസിച്ചു. ഗുരുക്കളുടെ തോക്കിന് നോക്കി മയിലിനെ വെടിവെക്കാൻ നല്ല തോക്ക് എന്ന് ഓതേനൻ പരിഹസിച്ചപ്പോൾ പരിഹാസങ്ങൾ തർക്കമായി. തർക്കം മൂത്ത് അവർ തമ്മിൽ പൊന്നിയത്ത് വെച്ച് പടകുറിച്ചു. കുംഭമാസം 9-നും 10-നും 11-നും 3 ദിവസമായിരുന്നു പൊന്നിയത്ത് പടകുറിച്ചത്. കാവിലമ്മയോടും ഗുരുകാരണവന്മാരോടും തനിക്ക് തുണയായി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകനാർക്കാവിലെത്തി. പടവിളി 3 വിളിച്ചു. 101 കുറ്റി വെടിപൊട്ടിച്ചു. പൊന്നിയം പടക്ക് പുറപ്പെടാൻ ഓതേനൻ ഒരുങ്ങി. കാവിലമ്മയെ ശരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമുമ്പിൽ ഭക്തനായ ഓതേനൻ തൊഴുതു. ഉടനെ ഭഗവതിയുടെ അരുളപ്പാടുണ്ടായി. വെളിച്ചപ്പാട് കുറഞ്ഞുതുള്ളി. പൊന്നിയം പടക്ക് പോവരുതെന്ന് കൽപ്പിച്ചു. കൽപ്പന കേട്ട് ക്ഷുഭിതനായ ഓതേനൻ പടക്ക് പോകുന്നതിനെ വിലക്കുന്ന ഭഗവതിയെപ്പോലും താൻ വിലവെക്കില്ല എന്നലറി. ഓതേനനോട് കാവിലമ്മ ഇങ്ങനെ അരുളി: ഓതേനൻ പൊന്നിയത്ത് പോയാൽ അരയാൽ തറയന്മേൽ ഇരുന്നുകൊള്ളൂ. ഞാൻ ചുവന്ന നിറമുള്ള പക്ഷിയായി അരയാലിൽ വന്നിരിക്കും. പുതിയ കോലോത്ത് ഭഗവതി പച്ച നിറമുള്ള പക്ഷിയായി അവിടെ വന്നിരിക്കും. ഞങ്ങൾ രണ്ടുപേരും നിന്റെ ഇടതും വലതുമായി അരയാലിന്റെ കൊമ്പത്ത് വന്നിരിക്കും. പക്ഷികളെ കാണുമ്പോൾ പടക്കളത്തിൽ ഇറങ്ങുക. ഭഗവതിയെ വീണ്ടും വണങ്ങി ഓതേനൻ പൊന്നിയത്തേക്ക് പുറപ്പെട്ടു. ഭഗവതി അരുളിയ പ്രകാരം ഓതേനൻ അരയാൽ തറയിന്മേലിരുന്നു. മതിലൂർ ഗുരുക്കളും ശിഷ്യരും അവിടെ എത്തിയിരുന്നു. ഓതേനൻ അരയാലിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ പച്ചയും ചുവപ്പും നിറമുള്ള 2 പക്ഷികളെ തന്റെ ഇടതും വലതുമായി കണ്ടു. ഓതേനൻ പടവിളി 3 വിളിച്ച് യുദ്ധത്തിനിറങ്ങി. ഘോരമായ യുദ്ധത്തിൽ ഓതേനൻ ഗുരുക്കളുടെ തല അരിഞ്ഞു വീഴ്ത്തി. പടജയിച്ച് മടങ്ങിയപ്പോൾ ഓതേനൻ പൊന്നിയം പടക്കളത്തിൽ വെച്ച് മറന്നുപോയ മടിയായുധം എടുക്കാനായി പൊന്നിയത്തേക്ക് കുതിച്ചു. മടിയായുധം എടുത്ത് ഓതേനൻ മടങ്ങുമ്പോൾ മതിലൂർ ഗുരുക്കളെ ശിഷ്യനായ മാൻകുട്ടി വരമ്പിനുള്ളിൽ പതിയിരുന്ന് ഓതേനെ വെടിവെച്ചു. നെറ്റിത്തലത്തിൽ മുറിവേറ്റ ഓതേനൻ ഉറുമിയെടുത്ത് മായൻകുട്ടിയെ 2 കഷണങ്ങളാക്കി വീഴ്ത്തി.
വേദനയും ക്ഷീണവും സഹിക്കാൻ വയ്യാതെ ഓദനൻ തൻ്റെ നെറ്റിയിൽ കെട്ടിയ കെട്ടഴിക്കാൻ പയ്യമ്പള്ളിയോട് ആവശ്യപ്പെട്ടു. പയ്യമ്പള്ളി കെട്ടഴിച്ചതോടെ കളരിവീരനും സാഹസികനുമായ പടനായകൻ ലോകനാർ കാവിലമ്മയെ ശരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നേക്കുമായി കണ്ണടച്ചു. മടിയായുധമെടുക്കാൻ കളരിയിലെത്തിയ സമയം ലോകനാർ കാവിലമ്മയുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഓദനൻ മരിച്ചതെന്നാണ് ഐതിഹ്യം. നമ്മളീ കാണുന്നത് താഴത്തുകാവ് ക്ഷേത്രങ്ങളാണ്. ആദ്യം ശിവക്ഷേത്രവും അതിൻ്റെ തൊട്ട് താഴെയായി മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവും. മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇവിടെ ആദ്യമായി നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ലോകനാർക്കാവിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾ വീരനായകൻ്റെ കഥ പറയുന്ന തച്ചോളി മാണിക്കോത്ത് സന്ദർശിക്കാറുണ്ട്. കുംഭം 10-11 തീയതികളാണ് തച്ചോളി മാണിക്കോത്ത് തിറ തുടങ്ങുന്നതിന് മുമ്പ് ലോകനാർ കാവിലമ്മയുടെ ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ ദീപം തച്ചോളി മാണിക്കോത്ത് എഴുന്നള്ളിക്കാറുണ്ട്. ഈ ഭദ്രദീപം കൊളുത്തിയാണ് തിറ ആരംഭിക്കുന്നത്. അനേകം അംഗങ്ങൾ ജയിച്ച വീരനായകനായ ഓദനക്കുറുപ്പ് പടക്ക് പോകുന്നതിന് മുമ്പും പട കഴിഞ്ഞ് തിരിച്ചെത്തിയാലും ഈ ലോകനാർ കാവിലെത്തി അല്പസമയം പ്രാർത്ഥനയിൽ മുഴുകി ഇവിടെ ഒരു തറയുണ്ട്. ആ തറയമ്മൽ ഇരുന്ന് പ്രാർത്ഥനയിൽ മുഴുകാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തച്ചോളി ഓദനക്കുറുപ്പ് ലോകനാർ കാവിൽ ആനയെ നടയിരുത്തിയതായും പറയപ്പെടുന്നു. എല്ലാ വർഷവും തിരുവോണ നാളിൽ അവകാശികളായ നെയ്ത്തുകാർ നെയ്തെടുത്ത ഓണപ്പുടവ കാരണവന്മാർ എഴുന്നള്ളിച്ച് ഭഗവതിക്ക് സമർപ്പിക്കുന്നു. ഒരു വർഷത്തേക്ക് ദേവിക്കുള്ള പുടവയാണിത്. ഭക്തി നിറവരമായ ഒരു ചടങ്ങാണിത്, ഓണപ്പുടവ എഴുന്നള്ളിക്കൽ. ഈ ഓണപ്പുടവയാണ് തിരുവുടയാട എന്ന പേരിൽ ദേവിക്ക് നിത്യവും ചാർത്തുന്നത്. തിരുവോണത്തിനും വിഷുവിനും ക്ഷേത്ര സ്ഥാപകരുടെ പിന്മുറക്കാരായ പുരുഷന്മാർ നാളികേരം കൊണ്ടുവന്ന് ചെറിയിൽ മുക്കി ശുദ്ധി വരുത്തിയതിന് ശേഷം വരിവരിയായി വന്ന് തിരുനടയിലും ഭൂതത്താർ നടയിലും ആദ്യം ഓരോന്ന് എറിഞ്ഞുടക്കുന്നു. അതിനുശേഷം തിരുനടയിലെ തേങ്ങയേറുകല്ലിൽ തേങ്ങ എറിഞ്ഞുടക്കുന്നു. ചടങ്ങ് കഴിഞ്ഞാൽ തേങ്ങാ കഷ്ണം അവകാശികൾക്ക് പ്രസാദമായി നൽകുന്നു. ഉച്ചപൂജയ്ക്ക് നടയടച്ച് തുറക്കുമ്പോൾ ലോകനാർക്കാവിൽ ഭഗവതിയെ എന്ന് അവർ തിരുമുൻപിൽ വെച്ച് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരുനടയിലെ മുഴുവൻ ഭക്തജനങ്ങളും ഇതേ പ്രാർത്ഥന ഉരുവിടും. പാങ്ങോട്ടൂർ ഭഗവതി ലോകനാർക്കാവിൽ അമ്മയുടെ സഹോദരിയാണെന്നാണ് സങ്കല്പം. അവിടെ നിന്നും ഉച്ചാലിന് മുമ്പ് കൊല്ലം തോറും നടന്നു വരുന്ന ഒരു ചടങ്ങാണ് കുരുമുളക് എഴുന്നള്ളിപ്പ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണിത്. ഇത് ലോകനാർക്കാവിലേക്ക് കുരുമുളക് എഴുന്നള്ളിക്കുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ കാണുന്നതാണ് മുന്നേ പറഞ്ഞ താഴത്തുകാവ് ശിവക്ഷേത്രം. തൊട്ടടുത്തായി വിഷ്ണു ക്ഷേത്രമുണ്ട്. ശിവക്ഷേത്രത്തിലെ ബലിക്കല്ലിന് മുകളിലുള്ള മേൽക്കൂരയുടെ വർണ്ണമനോഹരങ്ങളായ ശില്പങ്ങളുടെ കൊത്തുപണികളുടെ മനോഹര ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകനാർ കാവിലമ്മയും കൊങ്ങന്നൂരമ്മയും കൊടുങ്ങല്ലൂരമ്മയും പിഷാരിക്കാവിലമ്മയും സഹോദരിമാരാണെന്നാണ് വിശ്വാസം. മകരമാസത്തിലെ ഉച്ചാലിനെ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ഉച്ചാൽ വിളക്ക് ആഘോഷിക്കുന്നു. ക്ഷേത്രം 3 പ്രാവശ്യം പ്രദർശനം വെച്ച് ഭഗവതി സഹോദരിയെ കാണാൻ കൊങ്ങന്നൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. വാളും പരിചയവുമായി അകമ്പടിക്കാരും തെയ്യമ്പാടിക്കുറുപ്പും കണക്കപ്പിള്ളയും കുത്തുവിളക്കും കൊമ്പ്, കുഴൽ, ശംഖ് ഇത്യാദികളായി മറ്റുള്ളവരും ഭക്തജനങ്ങളും എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുന്നു. എഴുന്നള്ളത്ത് പോയാൽ ദേവീക്ഷേത്രത്തിൽ പൂജാതിക്രമങ്ങളൊന്നും ഉണ്ടാവില്ല. ദീപാരാധന സമയത്ത് ദീപാരാധന കഴിഞ്ഞ് നടയടക്കും. ഉച്ചാൽ എഴുന്നള്ളത്ത് തുടങ്ങും മുമ്പ് ഉച്ചാൽ പാട്ടിന് എഴുന്നള്ളിക്കട്ടെ എന്ന് കണക്കപ്പിള്ള കാരണവന്മാരുടെ തറയിൽ വെച്ച് അനുവാദം വാങ്ങുന്നു. കൊങ്ങന്നൂരിലേക്ക് എഴുന്നള്ളിക്കുമ്പോൾ വഴിനീളെ ഭക്തജനങ്ങൾ ദീപങ്ങൾ തെളിയിച്ച് ഭഗവതിയെ പ്രസാദിപ്പിക്കുന്നു. ഭക്തജനങ്ങൾക്ക് ഇളനീരും ദാഹജലവും നൽകുന്നു. കൊങ്ങന്നൂരെത്തിയാൽ ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് തെക്കേത്തറയിൽ തെയ്യമ്പാടിക്കുറുപ്പ് ഉച്ചാൽപ്പാട്ട് നടത്തും. ഈ 3 ക്ഷേത്രങ്ങളിലും പാൻസ് ധരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. ചേച്ചിയെ കാണുമ്പോൾ അനുജത്തി സന്തോഷം കൊണ്ട് മതിമറക്കും. താനും ചേച്ചിയോടൊപ്പം ലോകനാർ കാവിലേക്ക് പോരുമെന്നും അല്ലെങ്കിൽ ചേച്ചി തന്നോടൊപ്പം കൊങ്ങന്നൂരിൽ താമസിക്കണമെന്നും അനുജത്തി വാശി പിടിക്കും. സ്നേഹനിധിയായ സഹോദരി തന്നോട് കാണിക്കുന്ന അളവറ്റ സ്നേഹം കാവിലമ്മ പൂർണ്ണമായും മനസ്സിലാക്കി അനുജത്തിയെ മടിയിൽ കിടത്തി താലോലിച്ചുറക്കി ആരും അറിയാതെ യാത്ര ചോദിക്കാതെ തിരിച്ചു പോരും എന്നാണ് ഐതിഹ്യം. എഴുന്നള്ളത്ത് തിരിച്ചു വരുമ്പോൾ നടപ്പുവിളിയില്ലാതെ കുറച്ചു ദൂരം നീങ്ങും. അന്ന് കീഴൂർ ശിവക്ഷേത്രത്തിൽ വിശ്രമിച്ച് പിറ്റേന്ന് വെളുപ്പിന് ലോകനാർക്കാവിൽ എഴുന്നള്ളും. ഇവിടെ തിരിച്ചെത്തിയ ശേഷം മാത്രമേ ഭഗവതി ക്ഷേത്രത്തിൽ പൂജ നടത്തുകയുള്ളൂ. ലോകനാർക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളുന്ന അവസരത്തിൽ വഴിനീളെ ഭക്തർ ദീപങ്ങൾ തെളിയിക്കുന്നു. വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന ഈ ചടങ്ങ് പുനരാരംഭിച്ച ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. പൂരക്കളി ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രകലയാണ്. വടക്കേ തറയിൽ വെച്ചാണ് ഭക്തിനിർഭരമായ പൂരക്കളി നടത്തുന്നത്. വടക്കേ മലബാറിലെ സാധാരണ പൂരക്കളിയിൽ നിന്ന് വ്യത്യസ്തമാണിത്. പൂരക്കളിയിൽ പങ്കെടുക്കുന്നവർ വ്രതാനുഷ്ഠാനങ്ങൾ കർശനമായി പാലിക്കണം. അവർക്ക് നിവേദ്യം ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നു. അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷം ദേവി വിഗ്രഹത്തിൽ ചാർത്തിയ മാലയും ശ്രീകോവിൽ നിന്ന് കൊളുത്തിയ വിളക്കും മേൽശാന്തി കൊണ്ടുവന്ന് പൂരക്കളി ആശാനെ ഏൽപ്പിക്കുന്നു. വിളക്കും മാലയും വടക്കേത്തറയിൽ വെച്ച ശേഷം കളിവിളക്കിൽ ദീപം കൊളുത്തുന്നു. പൂരക്കളിയിൽ പങ്കെടുക്കുന്നവർക്ക് മാലയും പ്രസാദവും ആശാൻ നൽകുന്നു. മാല തലയിലണിഞ്ഞ് ശ്രീകോവിൽ നിന്നും കൊണ്ടുവന്ന വിളക്കുമായി കാരണവന്മാരുടെ സങ്കല്പത്തറയായ തെക്കേത്തറയിൽ വെറ്റിലയടുക്കും ദീപവും വണങ്ങി ഗുരു കാരണവന്മാരോട് പൂരക്കളി തുടങ്ങട്ടെ എന്ന് അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ കളി തുടങ്ങാൻ പാടുള്ളൂ. വാൾ എഴുന്നള്ളത്ത് അഥവാ കൊല്ലൻ വരവ് എല്ലാ വർഷവും വൃശ്ചികം 1-ാം തീയതി സന്ധ്യാസമയം ലോകനാർക്കാവിൽ അരങ്ങേറുന്ന ഭക്തിനിർഭരമായ ചടങ്ങാണിത്. അവകാശികളായ കൊല്ലന്മാർ വ്രതാനുഷ്ഠാനങ്ങൾ പാലിച്ച് പള്ളിവാളുകൾ രാഗി മൂർച്ച വരുത്തി എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് കൊല്ലൻ പാച്ചിൽ എന്നറിയപ്പെടുന്നത്. മൂപ്പൻ ചുവന്ന പട്ട് അരയിൽ ചുറ്റി തെച്ചിമാലി അണിഞ്ഞ് വാൾ എഴുന്നള്ളിക്കുന്നു. സ്വയം മറന്ന് ദേവിയെ ധ്യാനിച്ച് പള്ളിവാളുകൾ 2 കൈകളിലുമേന്തി കിഴക്ക്
പുളിക്കൂൽ പറമ്പ് വരെ അദ്ദേഹം ഓടുന്നു. പിന്നിൽ തൃശൂലവുമായി ഇളയ കൊല്ലന്മാരുണ്ടാകും. ഭക്തജനങ്ങൾ വാൾ എഴുന്നള്ളിപ്പിന് അകമ്പടി സേവിക്കുന്നു. പുളിക്കൂൽ പറമ്പിലെ കുളത്തിൽ വാൾ മുക്കൽ നടക്കുന്നു. തിരുവായുധം അവിടെ മുക്കി ശുദ്ധി വരുത്തി തിരുമുമ്പിൽ ഓടിയെത്തി തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിദഗ്ധരായ ഇരുമ്പ് പണിക്കാരാണ് കൊല്ലന്മാർ. മണ്ഡലവിളക്ക് തുടങ്ങുന്ന ദിവസം തന്നെ ദേവിയുടെ തിരുവായുധങ്ങൾ ക്ഷേത്രസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇത് മുടക്കം വരുത്താൻ പാടില്ല. തിരുവായുധം എഴുന്നള്ളിക്കുമ്പോൾ ദേവിയുടെ ചൈതന്യം വാൾ എഴുന്നള്ളത്തിൽ പ്രകടമാവും. തിരുവായുധങ്ങൾ എഴുന്നള്ളിക്കുന്ന അവകാശികൾക്ക് ദേവിയുടെ കടാക്ഷമുണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നത്. പൂരമഹോത്സവത്തിനോടനുബന്ധിച്ച് പള്ളിവേട്ട ദിവസം നടത്തുന്ന സുപ്രധാനമായ ഒരു ചടങ്ങാണ് ഇളനീർ വരവ്. 28ാം വിളക്കിന്റെ ഇളനീർ വരവും ശ്രദ്ധേയമാണ്. പല ദേവാലയങ്ങളോടും അനുബന്ധിച്ച് ഇത്തരം വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്നു. കേരളത്തിന്റെ നാടായ കേരളത്തിൽ തേങ്ങയും ഇളനീരും മുഖ്യ വഴിപാടാകുന്നതിൽ അത്ഭുതമില്ല. ഒരു കർഷക സമ്പദ് വ്യവസ്ഥയുടെ സമൂഹത്തിന്റെയും പ്രതിഫലനം കൂടിയാണ് ഇളനീർ വെപ്പ്, പുത്തരി, ഇല്ലം നിറ എന്നിവ. മലയാളികളുടെ വിളവെടുപ്പ് കാലമാണ് പൊന്നിൻ ചിങ്ങമാസം. പഞ്ഞമാസമായ മിഥുനവും കർക്കിടകവും കഴിഞ്ഞ് ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി പ്രകൃതിക്ക് വാവവേദം വരുന്നു. കർഷക ജനതയ്ക്ക് സന്തോഷം, സംതൃപ്തി കൈവരുന്നു. വയലുകളുടെ നാടായ കടത്തനാടും ഇതോടെ ഉണരുന്നു. കർക്കിടകത്തിലാണ് ഭഗവതി ക്ഷേത്രത്തിൽ തൃപ്പൂത്തരി പുതുതായി കൊയ്തെടുത്ത നെല്ലുകുത്തി അരിയാക്കി വേവിച്ച് നിവേദ്യമായി ദേവിക്ക് സമർപ്പിക്കുന്നു. ഇതോടൊപ്പം പുത്തരി ചുണ്ടങ്ങിയും തകരയും വിശേഷ വിഭവങ്ങളായി ഉണ്ടാവും. പോഷക ഗുണമുള്ളതും ഔഷധ വീര്യമുള്ളതുമായ ചുണ്ടങ്ങിയും തകരയും പുത്തരിയും ആരോഗ്യദായകമാണ്. ഒരു ഗ്രാമീണ ജനതയുടെ സ്വയം പര്യാപ്തത എന്ന ആശയമാണ് പുത്തരി പ്രതിനിധാനം ചെയ്യുന്നത്. കർഷക സമൂഹത്തിൻ്റെ ഐശ്വര്യ പ്രതീകമാണ് ഇല്ലം നിറ. ക്ഷേത്രത്തിൽ പൂജിച്ച നെല്ലിൻ കതിരുകൾ ക്ഷേത്രത്തിൽ നിന്നും ഭക്തിപൂർവ്വം കൊണ്ടുവന്ന് വീടുകളിലെ മുൻവാതിലിന് കട്ടിളിയിൽ പതിക്കുന്നു. മലയക്കളി. പള്ളിവേട്ട ദിവസം ലോകനാർക്കാവ് ക്ഷേത്ര പരിസരത്ത് കലാകാരന്മാരായ മലയ സമുദായക്കാർ അവതരിപ്പിക്കുന്ന രസകരമായ ഒരു കലാരൂപമാണ് മലയക്കളി. ഇളനീർ വരവ് ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷമാണ് മലയക്കളി. അവകാശികളായ മലയർ നടത്തുന്ന ആകർഷമായ ഒരു കായിക അഭ്യാസ പ്രകടനമാണിത്. ഇളനീർ വരവ് ക്ഷേത്രസന്നിധിയിൽ എത്തുമ്പോഴേക്കും ഇവർ വേഷം കെട്ടി ഒരുങ്ങി നിൽക്കും. വരവിന് ശേഷം അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കും. തളിക കോലിന്മേൽ വെച്ച് വളരെ വേഗത്തിൽ തിരിക്കുകയും തളിക നിലത്ത് വീഴാതെ വളരെ നേരം കറക്കുകയും ചെയ്യും. പൊയ്ക്കാലിൽ നടക്കുന്ന കാഴ്ചയും വളരെ രസകരമാണ്. അമ്മ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് കായിക അഭ്യാസങ്ങളും കലാപ്രതിഭകളുമായ ഇവർ ഒരുക്കുന്ന കളി ജനങ്ങളെ ആകർഷിക്കുന്നു. ചെറിയ കുട്ടികളെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നവർക്കായുള്ളൊരു നിർദ്ദേശ ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നു. പാൻസ് ധരിച്ച് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കരുത് എന്നുള്ള നിർദ്ദേശം. ചരിത്രപ്രസിദ്ധമായ ലോകനാർക്കാവ് ക്ഷേത്രമാണല്ലേ? തച്ചോളി ഓതേനന്റെ തൊഴുതു പോകുന്ന ക്ഷേത്രമാണ്. തൊഴുതു പോകുന്ന ക്ഷേത്രം. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇവിടെ വന്ന് തൊഴുതതിന് ശേഷം പോകും. ഒരു ഭക്തനാണ്. കോഴിക്കോട് ജില്ലയിലെ താലൂക്ക് ലോകനാർക്കാവ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഏകദേശം ഇപ്പം 1500-ലധികം പഴക്കമുണ്ട്. 1500 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പം ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രമാണ് വിഷ്ണു ക്ഷേത്രം. വിഷ്ണു താഴെയാണല്ലേ? അത് ശരി. ഇതിന്റെ ഉപക്ഷേത്രമായിട്ട് വിഷ്ണു ക്ഷേത്രം, ശിവക്ഷേത്രം, 2 ക്ഷേത്രങ്ങളുണ്ട് അല്ലേ? 3 ക്ഷേത്രം. ഭഗവതി, ശിവൻ, വിഷ്ണു. ഇത് ഭഗവതി ക്ഷേത്രം. നടുവിലത്തെ ശിവൻ, അപ്പുറത്തെ വിഷ്ണു ക്ഷേത്രം. 1500 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം. എന്നാ അതിന്റെ ഐതിഹ്യം എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ? ഐതിഹ്യം ഇതാണ്. തെക്കൻ ജില്ലകളിൽ നിന്നും വന്ന വ്യാപാരികൾ അവരാണ് ഈ ഭഗവതിയെ അവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ കൂടി കച്ചോളി തറവാട്ടുമായിട്ടുള്ള കളരി പരമ്പര. കളരിയുടെ ദേവതയാണല്ലോ ഭഗവതി അല്ലേ? അപ്പൊ തച്ചോളി യോധന കുറിപ്പായിട്ട് ഈ കടത്തനാടിന് വലിയ ഇതുണ്ട്. പൂരക്കളി കളിക്കുന്ന ഒരു തറയാണ്. അത് ശരി. ഉത്സവമായിട്ട്. അപ്പൊ ഈ ഉത്സവം എങ്ങനെയല്ല എപ്പോഴെല്ലാം? ഉത്സവം പിന്നെ മീനമാസത്തെ രോഹിണി നക്ഷത്രത്തിൽ കൊടിയാറ്റം. പൂരത്തിന് പൂരം. എത്ര ദിവസമാണ്? 8 ദിവസത്തെ പൂരാഘോഷം നടക്കുന്നത്. 3 ക്ഷേത്രത്തിലും പൂരം ഒരുമിച്ചാണ്. ചേട്ടാ, അപ്പൊ ഈ തറയിലെ ഇതാണ് ഈ തറയും ഇതെന്നാ തറ? പണ്ടൊരു വഴി ഇതുണ്ടായിരുന്നു, കെട്ടിയാട്ടം പണ്ട്. ഇപ്പില്ല. ഇതാണ് തച്ചോളി ഉദയനെ ഇവിടെ തൊഴിലിന് ശേഷം വന്നിരുന്ന് ജീവിക്കുന്ന തറയാണ്. അത് ശരി. അത് ആ തറ കരകെട്ടി മാത്രം മുസ്ലിംസിന് ഉള്ള തറയാണ് പണ്ട്. ഇപ്പൊ ഇല്ല. പണ്ട് കാലത്തല്ലേ? അപ്പൊ ഇതാണ് തച്ചോളി യോധന വന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ ഒന്ന് ജപത്തിലിരിക്കുന്ന സ്ഥലമാണല്ലേ? ഈ പിന്നെ അംഗത്തിന് പോകുന്നതിന് മുമ്പും അതിന് ശേഷം അല്ലേ? എവിടെ പോണെങ്കിലും ഇവിടെ വന്ന് തൊഴുതിന് ശേഷം. തൊഴുതിന് ശേഷം. ഈ കാണുന്ന കിണർ വിഷ്ണു ക്ഷേത്രത്തിലുള്ള കിണറാണ്. ഏകദേശം 1300-ലധികം വർഷം പഴക്കമുള്ള ഒരു കിണറാണിത്. ഈ കാണുന്നത് ദേവസ്വം ബോർഡ് പുതുതായി നിർമ്മിച്ച ഊട്ടുപുരയാണ്. ഇതിൻ്റെ പിറകിലായിട്ടാണ് ചെറിയ ചിറ. തേങ്ങയേറ് നാളിൽ നാളികേരം കൊണ്ടുവന്ന് ചെറിയ ചിറയിൽ മുക്കി ശുദ്ധി വരുത്തിയതിന് ശേഷമാണ് ഇവിടെ തേങ്ങയേറ് നടത്തുന്നത്.
ആധുനിക രീതിയിൽ പടകോൾ കെട്ടി കുളിപ്പരയെല്ലാം നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രക്കുളമാണിത്. ഈ നിർമ്മാണമൊക്കെയും ഈ അടുത്ത കാലത്തായി ചെയ്തു വരുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. കുളം നിറയെ പായലാണ്. ഈ കുളത്തിന് വേണ്ട പരിഗണന നൽകുന്നുണ്ടോ എന്നതാണ് സംശയം. ലോകനാർക്കാവിൽ നവരാത്രി വളരെ പ്രധാനമാണ്. ലോകനാർക്കാവിലമ്മ പ്രഭാതത്തിൽ സരസ്വതിയായും മധ്യാഹ്നത്തിൽ ലക്ഷ്മിയായും സായാഹ്നത്തിൽ പാർവതീദേവിയായും പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് സങ്കല്പം. ദേവി ഭജനക്ക് നവരാത്രി കാലം അത്യുത്തമമാണ്. എല്ലാ മംഗളകർമ്മങ്ങൾക്കും പരാശക്തിയായ കാവിലമ്മയുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു എന്നീ ദേവന്മാരും ആരാധിക്കപ്പെടുന്ന ശക്തിയാണ് ദേവി എന്ന് സങ്കല്പം. വിഷു ദിവസമായ മേടം 1 കണിഫലം ഒരു കൊല്ലം മുഴുവൻ അനുഭവിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ ലോകനാർക്കാവിൽ വിഷുക്കണി വളരെ പ്രധാനമാണ്. സൂര്യൻ മീനരാശിയിൽ നിന്നും മേടരാശിയിലേക്ക് കടക്കുന്ന ദിവസമാണ് വിഷു. കൃഷിയുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം വിഷു വളരെ പ്രാധാന്യമാണ്. പണ്ട് ലോകനാർക്കാവിൽ മീനമാസത്തിലെ ഉത്സവത്തിന് 2 ദിവസം തെടമ്പ് നൃത്തമുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കാറില്ല. 3 ക്ഷേത്രങ്ങളിലെയും നമ്പൂതിരിമാരുടെ നിർഭരമായ നൃത്തമാണിത്. നൃത്തത്തിനനുസരിച്ച് മേളവും ഉണ്ടാവും. പ്രത്യേകം മേളത്തോടെ തെടമ്പ് നൃത്തം നടത്തുമ്പോൾ ഭക്തജനങ്ങൾ ഭക്തിയിൽ ലയിച്ചു ചേരും. പ്രത്യേക പരിശീലന ആവശ്യമായ ഒരു നൃത്തമാണിത്. ഏകദേശം 9 വർഷം മുമ്പ് വരെ ഈ ചടങ്ങ് നടന്നിരുന്നു. ലോകനാർക്കാവിൽ വൃശ്ചിക മാസത്തിലെ മണ്ഡലവിളക്ക് വളരെ പ്രസിദ്ധമാണ്. മണ്ഡലവിളക്ക് ഇവിടെ 30 ദിവസമാണ്. ബാക്കി 11 ദിവസത്തെ വിളക്ക് സഹോദരിയായ കൊങ്ങന്നൂർ ഭഗവതിയുടെ ക്ഷേത്രത്തിലാണ്. ആദ്യത്തെ 6 ദിവസങ്ങളിൽ വിളക്ക് അനാർഭാടമായി നടത്തുന്നു. 7ാം വിളക്ക് മുതൽ തായമ്പകയും ഇടക്കമേളത്തോടും കൂടി അഷ്ടപതിപ്പാട്ടും ഉത്സവത്തിന് ഭക്തിസാന്ദ്രതയും ഗാംഭീര്യവും ഒരേപോലെ നൽകും. പുതുക്കിപ്പണിതല്ലേ കാരണവന്മാർ സ്ഥാനല്ലേ? ഊരാളന്മാർ 5 ആളാണുള്ളത്. 5 ക്ഷേത്ര അവരുടെ സ്ഥാനം 5 കാരണവന്മാരാണ്. 5 കാരണവന്മാർ അവരെ കുടുംബത്തിൽപ്പെട്ടതാണ്. അവരെ കുടുംബം അവരുടെ അത് ഇതല്ലേ. അപ്പൊ ഇത് ഇപ്പൊ പുതുക്കി പണിതല്ലേ? പുതുക്കി പണിതാണ്. ശരി. നവരാത്രിക്ക് സമർപ്പണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രം തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രം ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ വടകര സൈഡ് വടകര സൈഡ് തന്നെ. പുതിയ സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ്. അവിടെ ഒരു കവാടൊക്കെ ഉണ്ട്. ആ കവാടത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം. തച്ചോളി ഓദനക്കുറുപ്പിന്റെ ക്ഷേത്രമാണല്ലേ? കളരിയുണ്ട്. പാട്ടുപുര പേര് സൂചിപ്പിക്കും പോലെ ദേവിയുടെ സ്തുതിഗീതമായ പാട്ട് എന്ന അനുഷ്ഠാനം നടത്തുന്നതിനുള്ള പുരയാണ് പാട്ടുപുര. ഭഗവതി വിഷ്ണു ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്ത് വടക്ക് വശത്തുള്ള അകന്തണ്ണയിലാണ് ആദ്യം ഇരുന്നരുളിയത്. നാഗരികർ വിഷ്ണു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വാങ്ങി അവിടെ താമസം ഉറപ്പിച്ചു. ദേവി ഉറഞ്ഞ മരത്തിന് ചുറ്റുമായി ക്ഷേത്രം പണിതു. ഭഗവതി ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകുന്നതുവരെ വിഷ്ണു ക്ഷേത്രത്തിന് സമീപം പാട്ടുപുര പണിത് കുലദേവതയെ നാഗരികർ അവിടെ കുടിയിരുത്തി. പ്രശസ്ത സംഗീത സാമ്രാട്ട് ചെമ്പെ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മഗൃഹം ലോകനാർക്കാവിലെ പേരൂർക്കൂർ മഠമാണ്. വിദ്യാദേവതയായ ലോകാംബികയുടെ അനുഗ്രഹമാണ് അദ്ദേഹത്തെ ലോകപ്രസിദ്ധ സംഗീതജ്ഞനാക്കി തീർത്തത്. പാലക്കാട്ട് ചെമ്പെ ഗ്രാമത്തിൽ നിന്നും ഈ ദേവീഭക്തൻ ലോകാംബികയുടെ അനുഗ്രഹവർഷത്തിനായി ഇടയ്ക്ക് തിരുസന്നിധിയിലെത്തി സംഗീതാർച്ചന നടത്താറുണ്ടായിരുന്നു. ചെമ്പെ സ്മരണ നിലനിർത്തുവാനായി ചെമ്പെ സംഗീത മണ്ഡപം പണിത് അതിൽ സംഗീതോത്സവം നടത്തിവരുന്നു. ചെമ്പെ സ്മാരക നിർമ്മാണ കമ്മിറ്റിയുടെ പരിശ്രമത്താൽ സംഗീത മണ്ഡപത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ആദ്യകാലത്ത് നാട്ടുകാർക്ക് ദേവിയെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു.
പല ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും അനുഭവപ്പെട്ടതുകൊണ്ട് അവർ ദേവീ ദർശനം നടത്തുകയും അടിയുറച്ച് ഭക്തരാകുകയും ചെയ്തു. ഒരു നാൾ തുഞ്ചത്തെഴുത്തച്ഛൻ അവിടെ എത്തി. നാട്ടുകാർ തുഞ്ചത്തെഴുത്തച്ഛനെ സമീപിച്ച് ഏത് ദേവിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് സംശയം ചോദിച്ചു. കോലാച്ചി എന്നായിരുന്നു ഉത്തരം. കോലാച്ചി എന്നാൽ ഗോപാലശ്രീ അഥവാ വിഷ്ണുമായ, അതായത് ദുർഗാദേവി. തുടർന്ന് ദുർഗാദേവിക്കുള്ള പ്രകാരം പൂജാവിധികൾ നടത്താൻ തുടങ്ങി. ഇവിടെ ഒരു കല്യാണ ആൽബത്തിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറകിലായി, അതായത് വാഹനം പാർക്ക് ചെയ്യുന്നതിൻ്റെ പുറകിലായി ഒരു ക്ഷേത്രച്ചിറയുണ്ട്. അതിവിശാലമായ ഒരു ക്ഷേത്രച്ചിറയാണ്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അതിവിശാലവും ഗംഭീരവുമായ ഒരു ക്ഷേത്രക്കുളം അഥവാ ക്ഷേത്രച്ചിറയാണിത്. ആധുനിക രീതിയിലുള്ള നിർമ്മാണവും ഇതിൽപ്പെടുന്നു. ഒരുപാട് പഴക്കം ചേർന്ന ഒരു ക്ഷേത്രക്കുളമാണിത് അഥവാ ക്ഷേത്രച്ചിറ. ആദ്യം കണ്ട ക്ഷേത്രക്കുളത്തെക്കാളും കുറച്ചധികം വൃത്തിയും വെടുപ്പുമുള്ളൊരു ക്ഷേത്രക്കുളം തന്നെയാണിത്. പൗരാണിക രീതിയിൽ നിർമ്മിച്ച ക്ഷേത്രക്കുളത്തിൻ്റെ പടവുകൾ അതിഗംഭീരമായ കെട്ടുകളാണ്. പക്ഷേ അത് ഇപ്പം ഭാഗത്തും വെള്ളം നിറഞ്ഞതിനാൽ നമുക്കതൊന്നും കാണാൻ സാധ്യമല്ല. എങ്കിലും അതിമനോഹരമായ ഗാംഭീര്യത്വമുള്ള അതിമനോഹരമായ ഒരു ക്ഷേത്രക്കുളം. വ്യാപകമായ ഉപയോഗം. ഇതിൽ കല്ലുകളാണ്. ഇതിൽ വളരെ പഴക്കം ചെന്ന കെട്ടുകളാണ്. അതേമാതിരി കല്ലുകൾ തന്നെ വലിയ വലുപ്പമുള്ള കല്ലുകളാണ്. ഏകദേശം ഒരു 3-3.5 അടി വലിപ്പമുള്ള കല്ലാണ് ഒരു കല്ല്. അങ്ങനെയുള്ള കല്ലുകൾ കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കാണുന്നത് 2 കല്ലാണ്. രണ്ട് കല്ലായി 2 കല്ലിങ്ങനെ നീളത്തിൽ വെച്ച്. നല്ല വലിപ്പമുള്ള കല്ലുകളാണ്. പടികളുണ്ടായിരുന്നു, മനോഹരമായി കെട്ടിയ പടികൾ. പക്ഷെ വെള്ളം കയറിയത് കൊണ്ടൊന്നും കാണുന്നില്ല. അറിയിപ്പ് ബോർഡുണ്ട് കേട്ടോ. ക്ഷേത്രക്കുളത്തിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ കുളിക്കാൻ പാടുള്ളൂ. ക്ഷേത്രച്ചിറകൾ നീന്തി അക്കരെ കടക്കാൻ പാടുള്ളൂ. ക്ഷേത്രകുളത്തിൽ കുളിക്കാൻ പാടുള്ളതല്ല. തുലാവാലായ്മ ഉള്ളവർ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ പാടുള്ളൂ. എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു അറിയിപ്പ് ബോർഡുണ്ട്. ലോകനാഥ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ. ക്ഷേത്രച്ചിറയിൽ നിന്ന് അലക്ക് പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. ക്ഷേത്രച്ചിറയിൽ നിന്ന് സോപ്പ് ഉപയോഗിച്ച് കുളി നിരോധിച്ചിരിക്കുന്നു. ക്ഷേത്രച്ചിറ അഹുന്തങ്ങൾ പ്രവേശനമില്ല. ക്ഷേത്രച്ചിറ തുലാവാലായ്മ ഉള്ളവർക്ക് പ്രവേശനം. അങ്ങനെയുള്ള ഒരു ദേവസ്വം ബോർഡിന് മുന്നറിയിപ്പ് ബോർഡാണ്. ഇവിടെ ഇത് നീന്തം പഠിക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ലഭ്യമല്ല എന്നുണ്ട് ഇതിൽ. അതാണ് പാർക്കിംഗ് ഗ്രൗണ്ട് കേട്ടോ. ലോകനാഥ് ക്ഷേത്രത്തിൻ്റെ വരുന്ന വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഗ്രൗണ്ടാണ്. മുമ്പിൽ കാണുന്ന ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. ലോകനാഥ് കാവിൻ്റെ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൗസ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. ലോകനാർക്കാവ് ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്